Hello friends, I am Ghalib Moideen. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലോഗ് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിനെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ബ്ലോഗാണ്. അതായത് അക്കൗണ്ടൻസി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ബ്ലോഗാണ്. ഈ ഒരു വീഡിയോ ബ്ലോഗിന്റെ പ്രതികരണത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അക്കൗണ്ടൻസി ലൈനിലുള്ള വീഡിയോസ് നമുക്ക് ഇടയിൽ നമുക്ക് ചെയ്യാം. എനിക്ക് ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്, അതാണ് ചെറുതായിട്ട് വാക്കുകൾ ഉടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കുന്ന, അതായത് +1 ആകാം, +2 ആകാം, അല്ലെങ്കിൽ ഡിഗ്രിക്കാകാം, ഈ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അക്കൗണ്ടൻസിയിലെ ബേസിക് എന്താ പറയുക, നമ്മുടെ തിയറീസും ബേസിക് കോൺസെപ്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ മേലിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലൈവ് എക്സാമ്പിൾസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. അങ്ങനെ ഒരു പ്രാക്ടിക്കൽ, അതേസമയം തന്നെ തിയറി എക്സാം ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സാം ബേസ്ഡ് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുകയും അത് എക്സാമിലായാലും ലൈഫിലായാലും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണമെന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. അതേസമയം സ്കിപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുകയാണ് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കാണുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യാം. അതേസമയം ഞാൻ ഏതെങ്കിലും ടോപ്പിക്കുകൾ എക്സ്ട്രാ ആയിട്ട് അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞാനപ്പോ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു ഫൈനാൻസ് അതായത് അക്കൗണ്ടൻസി ഒരു പൊടിക്ക് ബേസിക് ആയിട്ട് ജേർണൽ എൻട്രീസും ലെഡ്ജേഴ്സും എഴുതാൻ അറിയുന്ന ആളുകൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്. അതേസമയം ഇത് അത്ര അഡ്വാൻസ് ലെവലും അല്ല. ഇത് നമുക്ക് ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ആണെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് വളരെ എളുപ്പത്തോടു കൂടി നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ ബേസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഏതൊരു പ്രോബ്ലവും ഏതൊരു സമയത്തും ഏതൊരു റിയൽ ലൈഫ് സിറ്റുവേഷനും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ബേസിക്സ് അറിയാതെ 1000 ക്വസ്റ്റ്യനോ 3000 ക്വസ്റ്റ്യനോ 5000 ക്വസ്റ്റ്യനോ ചെയ്തിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നതെങ്കിലും ഒരു 5001ാമത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതേസമയം ബേസിക്സ് ക്ലിയർ ആക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ പോലും നമുക്ക് 5000 ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ബേസിക്സ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ റെഫറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ CBSE സിലബസോ സ്റ്റേറ്റ് സിലബസോ അതല്ല ഏത് യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇതിന്റെയൊക്കെ കോൺസെപ്റ്റുകൾ ഒന്നായത് കൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്നുള്ളത് ഇറലവന്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് റെഫർ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ കോൺസെപ്റ്റുകൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. നമുക്ക് സ്ട്രേറ്റ് അവേ വീഡിയോയിലോട്ട് കടക്കാം. നമുക്കപ്പോ ആദ്യം എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലാക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ whenever payment and bar or incurrence of an outlay are made for a purpose other than settlement of an existing liability, it is called expenditure. That is, നിങ്ങൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുകയാണ്, ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യാനല്ലാതെ വേറെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അതായത് whenever you spend an amount for other than for an existing liability, അതിന് നമ്മൾ പറയുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ഇത് രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് മനസ്സിലാക്കാം. ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണ്. കമ്പ്യൂട്ടർ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഞാൻ 10,000 റുപ്പീസ് കമ്പ്യൂട്ടർ കിട്ടില്ല. സോ ഒരു 50,000 റുപ്പീസ് ഞാനൊരു ഡെസ്ക്ടോപ്പ് വാങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അതേസമയം ഞാനൊരു കമ്പ്യൂട്ടർ ഓൾറെഡി വാങ്ങി, XYZ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ഓൾറെഡി വാങ്ങി, അവിടെ കാശ് കൊടുത്തിട്ടില്ല. ഒരു മാസത്തിന് ശേഷം അപ്പൊ എനിക്കൊരു ലയബിലിറ്റി ആയി. അപ്പൊ ആ ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയില്ല. കാരണം അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലയബിലിറ്റിയാണ് നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ വെച്ച്, ഈ ഒരു എമൗണ്ട് വെച്ച് സെറ്റിൽ ചെയ്തത്. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്ത ലയബിലിറ്റീസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യാനല്ലാതെ ബാക്കി എന്ത് തരം പേയ്മെന്റ്സും നിങ്ങളുടെ ബിസിനസിന് വേണ്ടി നൽകിയതാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചറിനെ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടും നമുക്ക് തിരിക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തിനാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്താണ് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറും എന്ന് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ പറയട്ടെ,
നമുക്കിവിടെ എക്സലില് നമ്മുടെ നോട്ടുകൾ കുറിച്ച് തന്നെ പോകാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നിവിടെ എഴുതാം. ഇവിടെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും അറിയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റും P&L ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും അടങ്ങുന്ന ഒരു സെറ്റ് ഓഫ്, അതായത് നിങ്ങളുടെ ബിസിനസ് പൊസിഷൻ പറയുന്നതാണ് ബാലൻസ് ഷീറ്റ്, നിങ്ങളുടെ ഓപ്പറേഷണൽ പൊസിഷൻ പറയുന്നതാണ് നിങ്ങളുടെ P&L. അപ്പൊ നിങ്ങളുടെ ഓപ്പറേഷൻ പൊസിഷനും നിങ്ങളുടെ ബിസിനസ് പൊസിഷനും പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഫൈനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് അറിഞ്ഞാൽ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തുകൊണ്ട് ഇത് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിലാണ്. അതേസമയം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ അതിന്റെ സ്ഥാനം. അതായത് ഒരു എക്സ്പെൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ്, അതായത് എക്സ്പെൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം ബാലൻസ് ഷീറ്റിലും, അതേസമയം നമുക്കൊരു എക്സ്പെൻഡിച്ചർ റവന്യൂ ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം നമുക്ക് എവിടെയാണുള്ളത്, നമ്മളുടെ P&L-ലുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് an amount spent is an capital expenditure, അതിന്റെ സ്ഥാനം ബാലൻസ് ഷീറ്റിലും, ഇഫ് ഇറ്റ് ഇസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ അതിന്റെ സ്ഥാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആകുന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വ്യത്യാസത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഏർണിംഗ് കപ്പാസിറ്റി, അതായത് നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏർണിംഗ് കപ്പാസിറ്റി കൂടുകയാണെങ്കിൽ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും, ഏർണിംഗ് കപ്പാസിറ്റി കൂടാതെ നമ്മൾ ഡേ ടു ഡേ അത് ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി പറയാൻ പോകുന്ന ഡിഫറൻസുകളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഞാൻ കാഡ്ബറീസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് വിചാരിക്കുക. എനിക്ക് ഓൾറെഡി 100 കാഡ്ബറീസ് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കുന്ന ഒരു മെഷീനറി അവിടെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണിക്കൂറിൽ 250 കാഡ്ബറീസ് ഉണ്ടാക്കാവുന്ന ഒരു മെഷീനറി ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ ആ മെഷീനറി വാങ്ങുവാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി 100 മണിക്കൂറിൽ 100 സിൽക്ക് ഉണ്ടാക്കിയ കാഡ്ബറീസ് ഉണ്ടാക്കി വിൽക്കുന്ന എന്നെക്കാളും വേറൊരു വ്യക്തി 250 കാഡ്ബറീസ് ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനാണ് ലാഭം കൂടുക. അപ്പോൾ എന്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂടുന്ന എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ അതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയും. അതായത് ഇഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ദി ഏർണിംഗ് കപ്പാസിറ്റി, നമ്മൾക്ക് എമൗണ്ട് ഉണ്ടാക്കാവുന്ന കപ്പാസിറ്റി കൂട്ടുന്ന എക്സ്പെൻസ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതേസമയം നമ്മളുടെ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എന്റെ 250 മണിക്കൂറിൽ 250 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ തരുന്ന എന്റെ ഈ മെഷീനറി റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റിക്ക് ഞാൻ പൈസ കൊടുത്താൽ മാത്രമേ എനിക്ക് ഇലക്ട്രിസിറ്റി കിട്ടുള്ളൂ എങ്കിൽ ഞാൻ എന്റെ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതായത് എനിക്കുള്ള ഏർണിംഗ് കപ്പാസിറ്റി, അതായത് ഈ 250 മണിക്കൂർ 250 യൂണിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി എനിക്ക് നിലനിർത്തണമെങ്കിൽ എനിക്ക് എന്റെ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ അങ്ങനെയുള്ള ഏർണിംഗ് കപ്പാസിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻസിനെ നമ്മൾ എന്ത് പറയും, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻറ്റെയിൻസ് അവർ ഏർണിംഗ് കപ്പാസിറ്റി, നമ്മളുടെ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻസുകൾക്ക് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയും. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിഫറൻസിലോട്ട് പോകാം. മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകേർഡ് ഫോർ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഫോർ ഡേ ടു ഡേ ബിസിനസ് കണ്ടക്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അസറ്റ് പർച്ചേസ് ആയിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ 250 യൂണിറ്റ് മണിക്കൂറിൽ പ്രൊഡക്ഷൻ തരുന്ന ഒരു ഫിക്സഡ് അസറ്റ് ആണ് എന്റെ മെഷീനറി എന്ന് പറയുന്നത്. അത് നമുക്ക് സംശയമില്ലല്ലോ. നമ്മൾ നേരത്തെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോകുന്നതിലുണ്ടാവും ഫിക്സഡ് അസറ്റ് എന്താന്നുള്ളത്. ഫിക്സഡ് അസറ്റ് പർച്ചേസുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് ആണ് മെഷീനറി, ഒരു 250 യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള മണിക്കൂറിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ആ മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ അത് ഒരു അസറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് പർച്ചേസുകളായിരിക്കും. ഈ അസറ്റിന്റെ ഡേ ടു ഡേ എക്സ്പെൻസുകൾ, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്,
റവന്യൂ എക്സ്പെൻഡിച്ചർ നൽകുന്നത്. അത് നമ്മൾ നേരത്തെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേ ടു ഡേ പ്രൊഡക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത്. അപ്പോൾ ഡേ ടു ഡേ എക്സ്പെൻസുകൾക്ക് വേണ്ടി ചെലവാക്കുന്നതിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയും. ഇനി നമുക്ക് അടുത്ത ഡിഫറൻസിലോട്ട് പോകാം. അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നോൺ റെക്കറിംഗ് നേച്ചറിലായിരിക്കും. അതായത് റെക്കറിംഗ് നേച്ചറിലായിരിക്കും. നോൺ റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ നോൺ റിപ്പീറ്റിംഗ് എന്നാണ് അർത്ഥം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാഡ്ബറീസ് പ്രൊഡക്ഷൻ നടത്തുന്ന എന്റെ 250 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തുന്ന എന്റെ ഈ മെഷീനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വാങ്ങിച്ചാൽ പിന്നെ അടുത്ത കൊല്ലമോ അല്ലെങ്കിൽ അടുത്ത മാസമോ അടുത്ത കൊല്ലമോ അടുത്ത ദിവസമോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അൺലെസ് യു ആർ ഗോയിങ് ഫോർ എൻ എക്സ്പാൻഷൻ, നിങ്ങൾക്ക് ഈ 250 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷീനറി ഇന്ന് മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റെക്കറിംഗ് നേച്ചർ ആയിരിക്കും. നമ്മൾ എന്നും അതിന് വേണ്ടിയിട്ട് ചെലവാക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെക്കറിംഗ് നേച്ചറിലായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിസിറ്റി എന്നും നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, എല്ലാ മാസവും ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം. അപ്പൊ അതൊരു റിപ്പീറ്റിംഗ് നേച്ചറിലാണ്. അപ്പൊ റെക്കറിംഗ് നേച്ചറിലായിരിക്കും എപ്പോഴും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത റിഫറൻസിലേക്ക് പോകാം. അടുത്ത റിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ്സ് മോർ ദാൻ 1 ഇയർ. അതായത് അതിന്റെ ബെനിഫിറ്റ് will be for more than 1 year. അതേസമയം റവന്യൂ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിത്തിൻ 1 ഇയർ, അതിന്റെ ബെനിഫിറ്റ് വിൽ ബി വിത്തിൻ 1 ഇയർ. ബെനിഫിറ്റ് വിൽ ബി വിത്തിൻ 1 ഇയർ. അത് എന്താ ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മെഷീനറി വാങ്ങിച്ചതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ മെഷീനറി നമ്മൾ കൊണ്ടേ കളയില്ലല്ലോ. അടുത്ത കൊല്ലത്തെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതിന്റെ അടുത്ത കൊല്ലത്തെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇനി വരാൻ പോണ കുറെ കൊല്ലങ്ങളിലെ പ്രൊഡക്ഷനിലേക്ക് വേണ്ടി നമ്മൾ ഈ മെഷീനറി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെഷീനറി കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെഷീനറിയുടെ പ്രൊഡക്ഷൻ ആണ്. ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കൂടുതൽ നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് ഒരു കൊല്ലത്തിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നതാണ്. അതേസമയം നേരത്തെ പറഞ്ഞ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം കൊടുക്കുന്ന കറണ്ടിന്റെ ചാർജസ് വെച്ച് നമുക്ക് ഈ മാസത്തെ ഇലക്ട്രിസിറ്റി മാത്രമേ കിട്ടുള്ളൂ. അടുത്ത മാസം ഇലക്ട്രിസിറ്റി കിട്ടണമെന്നെങ്കിൽ നമ്മൾ അടുത്ത മാസത്തെ ബില്ല് കൊടുക്കണം. അതിന്റെ അടുത്ത മാസം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത മാസം കൊടുക്കണം. അപ്പോ ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ അകത്ത് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ ബെനിഫിറ്റ് തീരുകയാണെങ്കിൽ അതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ കറണ്ട് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, നമ്മുടെ മെഷീനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇനിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിലാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇടമുള്ള ഒന്നിൽ കൂടുതൽ ഇയറിൽ ബെനിഫിറ്റ് നൽകുന്ന, നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂടുന്ന, റിപ്പീറ്റേറ്റീവ് അല്ലാത്ത എക്സ്പെൻസുകളെ നമ്മുടെ അസറ്റ് പർച്ചേസുകളെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് സിമ്പിൾ ആണ്, ഒരു അസറ്റ് പർച്ചേസ് ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നമുക്കിപ്പോൾ ചെലവാക്കുന്ന എമൗണ്ടിന്റെ ഗുണം ഒന്നിൽ കൂടുതൽ ഇയറിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മളുടെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുമെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇതിന്റെ ബെനിഫിറ്റ് ഒരു കൊല്ലത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സ്ഥാനം ബാലൻസ് ഷീറ്റിലാണ്. ഇത്രയാണ് ഡിഫറൻസ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റിംഗ് നേച്ചറിലായിരിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു റവന്യൂ കപ്പാസിറ്റി കൂടുതൽ, പക്ഷെ ആ കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വേണം. നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് നമുക്ക് ഈ എമൗണ്ട് ആവശ്യമാണ്. ഇത് റിപ്പീറ്റിംഗ് നേച്ചറിലായിരിക്കും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ കൂടുതൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ഥാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇത്രയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഡെഫേർഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓഫ് കോഴ്സ് യെസ്, അതിന്റെ ഗുണം നമുക്ക് ഒരു കൊല്ലത്തിലാണ് കിട്ടുക. അതായത് ഒരു കൊല്ലത്തേക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത്, ഞാനിപ്പോ അമിതാഭ് ബച്ചനെയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആഡ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യ റായ് ആണ് ഡാർക്ക് ചോക്ലേറ്റിന്റെ കാഡ്ബറീസിന്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബാസിഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ 1 ഇയറിലേക്കായിരിക്കും ഇദ്ദേഹത്തെ നമ്മുടെ ഐശ്വര്യ റായിനെ കോൺട്രാക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്കായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ അതേസമയം ഇതൊരു ഹ്യൂജ് എക്സ്പെൻസ് ആണ്. ഈ ഹ്യൂജ് എക്സ്പെൻസിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കമ്മിങ് ഇയേഴ്സ് റവന്യൂ നേച്ചറിലാണ്, പക്ഷെ ഹ്യൂജ് എക്സ്പെൻസ് ആണ്. അതിന്റെ ഗുണം നമുക്ക് ഒന്നിൽ കൂടുതൽ ഇയറിലേക്ക് കിട്ടുമെങ്കിൽ നമ്മൾ അതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അതേസമയം അപ്പൊ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് അതിന് ഇറ്റ്സ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതേസമയം ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അതിനോട് സ്പെൻഡ് ചെയ്യുന്നത്. ബെനിഫിറ്റ് അതായത് നിർബന്ധമില്ല. ഇപ്പൊ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഫെയിലിയർ ആണെങ്കിൽ ഒരിക്കലും ഐശ്വര്യ റായിന് പരസ്യം നമുക്ക് 10 കൊല്ലത്തേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് മേ എക്സ്റ്റെൻഡ് ടു മോർ ദാൻ 1 ഇയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു അസംഷനിൽ എത്തുകയാണ്. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റിന്റെ ആ ഒരു പുതിയ ആഡ് കൊണ്ടിട്ട് അതിന്റെ ബെനിഫിറ്റ് ഒരു 3 കൊല്ലത്തേക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 3 കോടി രൂപയാണ് ആ ആഡിന് വേണ്ടിയുള്ള ചെലവെങ്കിൽ ഈ 3 കോടിനെ എത്ര നാളത്തേക്കാണോ ഈ ആഡിന് ബെനിഫിറ്റ് കിട്ടുക അത് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 3 കൊല്ലത്തേക്കാണ് അതിന് ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ 3 കോടിയെ 3 ഇയർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കോടി പെർ ഇയർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് നമ്മൾ എക്സ്പെൻസ് ആക്കി തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വെക്കുന്നുണ്ട്. ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന കൊല്ലങ്ങളിലേക്ക് ഇതിങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പൊ 3 കൊല്ലത്തേക്കാണെങ്കിൽ ഈ 3 കൊല്ലത്തേക്ക് ഈക്വൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു കാര്യം കൂടി നോക്കാം. ഇവിടെ പറയുന്നത് ഇനി ഡിപ്രീസിയേഷൻ എന്നും കൂടി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അസറ്റ് പർച്ചേസുകളെല്ലാം ക്യാപിറ്റൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. അസറ്റ് പർച്ചേസുകളെല്ലാം നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ എക്സ്പെൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് P&L വരണമല്ലോ. അതായത് നമ്മളിപ്പോ ഒരു എക്സ്പെൻസ് ചെലവാക്കി അതിന്റെ ലൈഫ് ഒരു 10 കൊല്ലത്തേക്കാണ്. 10ാമത്തെ കൊല്ലത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു എക്സ്പെൻസിന്റെ മൊത്തം എമൗണ്ട് കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്ത 10ാമത്തെ കൊല്ലം ലോസ് ആയി പോകും. അപ്പൊ നമുക്കിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് 250 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ആ മെഷീനറിക്ക് ലൈഫ് 10 കൊല്ലമാണെന്ന് വിചാരിക്കുക. അതിന്റെ വില നമുക്കൊരു 1.5 crores വന്നെന്ന് വിചാരിക്കുക. സോറി കേട്ടോ. നമുക്ക് അതിന്റെ 1.5 crores നമുക്ക് അതിന്റെ എമൗണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് 10 കൊല്ലത്തേക്കാണ് അതിന്റെ ലൈഫ് എങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ ഈ 15 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും. അതായത് ഈ കൊല്ലം എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടി. അപ്പൊ ഞാൻ 10 കൊല്ലത്തേക്കാണ് ബെനിഫിറ്റ് എങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ ആ ടോട്ടൽ കോസ്റ്റിനെ ഈ ബെനിഫിറ്റ് ഉള്ള ഇയറിലേക്ക് റൈറ്റ് ഓഫ് ചെയ്യും. ഈ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് വെച്ച് ഡിവൈഡ് ചെയ്ത ഫിഗർ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടലായിട്ട് ഒരു എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് തരംതിരിക്കുമ്പോൾ ഡിഫറൻസ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ് അല്ലാതെ നമുക്ക് സമ്മപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സമ്മപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്, എനിക്ക് ആവശ്യത്തിനുള്ള കമന്റ്സ് വരികയാണ്, ആവശ്യത്തിനുള്ള വ്യൂസ് വരികയാണെങ്കിൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതോടുകൂടി നമ്മൾ നിർത്തും. കാരണം ഇതൊരു പരീക്ഷണ വീഡിയോ മാത്രമാണ്. എനിക്കറിയില്ല എത്രത്തോളം ഇത് നിങ്ങളെ സഹായിക്കുമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സഹായകരമായി തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, താഴെ വന്ന് കമന്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇത് പക്ക ഔട്ട് ഓഫ് മൈ പാഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ എന്റെ പാഷൻ ആർക്കും ഗുണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ല. നമ്മുടെ ഈ അക്കൗണ്ടൻസിനെ കുറിച്ചുള്ള വ്ളോഗ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ള വ്ളോഗിന്റെ കൂടെ ഇതിനൊരു ടൈം ഷെഡ്യൂൾ നിശ്ചയിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സമ്മപ്പ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ലൈബിലിറ്റീനെ സെറ്റിൽ ചെയ്യാനല്ലാതെ വേറെ എന്തെങ്കിലും പേയ്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് വേർതിരിക്കാം. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ സ്ഥാനം ബാലൻസ് ഷീറ്റിലും റവന്യൂ എക്സ്പെൻഡിച്ചർ സ്ഥാനം P&L-ലുമാണ്. നമ്മുടെ അസറ്റ് പർച്ചേസുകൾ എല്ലാത്തിനും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ആ അസറ്റിനെ ഇൻടാക്ട് ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഡേ ടു ഡേ ഓപ്പറേഷൻസ് വേണ്ടി ചെലവാക്കുന്നതിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. നമ്മൾക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന എക്സ്പെൻസിനാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഈ കൂടിയ എക്സ്പെൻഡിച്ചർ നമ്മുടെ ഏർണിംഗ് കപ്പാസിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സിന് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് വൺ ടൈം പേയ്മെന്റ്സ് ആയിരിക്കും യൂഷ്വലി. അതിന് നമുക്ക് എല്ലാ കൊല്ലവും അതിന് റെക്കറിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, അതിന്റെ ഒരു പേയ്മെന്റ് വരില്ല. അതേസമയം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റിപ്പീറ്റേറ്റിംഗ് ആയിട്ട് നമുക്ക് അതിന് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് 1
കൊല്ലത്തിൽ കൂടുതൽ നമുക്ക് കിട്ടും. അതേസമയം നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഗുണം നമുക്ക് ആ ഒരു കൊല്ലത്തിൽ തന്നെ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് തീർന്നു, ഒരു കൊല്ലത്തിൽ താഴെ തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് തീർന്നു. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട 5 ഡിഫറൻസ് ആണ് നമുക്കുള്ളത്. നമുക്ക് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഡ്ബറീസ് ഉണ്ടാക്കുന്ന 250 യൂണിറ്റ്സ് ഉണ്ടാക്കുന്ന മെഷീനും അതിന്റെ കറണ്ട് കാശുമാണ് കറണ്ട് എമൗണ്ടുമാണ് നമുക്ക് വെക്കേണ്ടത്, ഇലക്ട്രിസിറ്റി എമൗണ്ട് ആണ് നമ്മൾ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് മെഷീനറി പർച്ചേസ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മുടെ ആ ഒരു റൺ ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി കോസ്റ്റ് ആകും. അപ്പോൾ നമുക്ക് മനസ്സിലായി നോക്കുന്നു. ഇനിയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ് ഉറപ്പായിട്ടും. അത് ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആയിരിക്കും. അതിന്റെ ഗുണം ചിലപ്പോൾ ഒരു വർഷത്തിൽ മേലെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, ഒരു വർഷത്തിൽ മേലെ ഗുണം ഉണ്ടാകുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. എന്നിട്ട് ഈ ഗുണം എത്ര നാളത്തേക്ക് ഉണ്ടാകുമോ ആ അത്ര നാളിലേക്കായിട്ട് നമ്മൾ ഈക്വലി അതിന്റെ എമൗണ്ടിനെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് P&L ചാർജ് ചെയ്ത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യും. അതേസമയം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച അസറ്റ് എത്ര കൊല്ലത്തേക്കാണോ അതിന്റെ ലൈഫ് ഉള്ളത് അത്രയും കൊല്ലത്തേക്ക് നമ്മൾ അതിന്റെ ഒരു എമൗണ്ടിനെ റൈറ്റ് ഓഫ് P&L റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ദയവായി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരീക്ഷണാർത്ഥത്തിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.